4 വർഷം ശേഷമാണ് വിശേഷം ഉണ്ടായത്. എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ്, നിൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ കാണുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന്. അത് പറഞ്ഞ് 2ാമത്തെ മാസം തന്നെ വിശേഷം ഉണ്ടായി. ജീവിതത്തിൽ ആദ്യത്തെ സന്തോഷമാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, കുട്ടികളില്ലാത്ത കൊണ്ട് കുറേ ആൾക്കാർ ഓരോന്ന് പറയലും. ഏട്ടനൊക്കെ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹമാണ്. കുറേ ആൾക്കാർ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കർത്താവ് എനിക്കൊരു കുട്ടീനെ തന്നു. ആമേൻ. നമ്മളൊരു സാക്ഷ്യത്തിലേക്ക് പോകുന്നത് ജ്യോതി എന്ന് പറഞ്ഞ സഹോദരിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. കുറ്റിപ്പുറത്ത് നിന്നാണ് വരുന്നത്. ജ്യോതിസിന് പറയാനുള്ളത്, 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കർത്താവ് കൊടുത്ത ഒരു വിടുതൽ പറയുവാനാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ജ്യോതിസ്രേ, പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് വരുന്നത്? തിരൂരിൽ നിന്നാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 7ാം വർഷമാണ്. 7ാം വർഷമാണ്. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടായത്? 4 വർഷം ശേഷമാണ് വിശേഷം ഉണ്ടായത്. ജോൺ ബദറിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ടാണ് ജോൺ ബദർ പറഞ്ഞത്, നിൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ ഞാൻ കാണുന്നുണ്ട്. അത് പറഞ്ഞ് 2ാമത്തെ മാസം തന്നെ വിശേഷം ഉണ്ടായി. ഓക്കെ. ഈ 4 വർഷത്തിനിടയിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? മെൻസസ് ആവില്ലായിരുന്നു, ഹോർമോണിൻ്റെ പ്രശ്നങ്ങളായിട്ട്. ഹോർമോൺ പ്രയാസം ഉണ്ടായിരുന്നു. കുറേ ഡോക്ടേഴ്സ് കാണിച്ചു, കുറേ ആൾക്കാർ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കർത്താവ് എനിക്കൊരു കുട്ടീനെ തന്നു. എന്നാണ് ജോൺ ബാറിന്റെ മീറ്റിംഗിൽ ആദ്യമായിട്ട് വന്നതെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? 2020 വന്നിരുന്നു, പിന്നെ 2022 വന്നപ്പോഴാണ് പറഞ്ഞത്. അന്ന് വന്നപ്പോൾ ജോൺ ബാർ എന്താ ആ മാസം തന്നെ ഉണ്ടായി. അന്ന് ജോൺ ബാർ എന്താ സിസ്റ്ററിനോട് ദൂത് പറഞ്ഞത്? എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ്, നിൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ കാണുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന്. പക്ഷെ പറയാൻ പറ്റിയിരുന്നില്ല, ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. ഓക്കെ. ഈ കാലയളവിലൊന്നും പറയാൻ പറ്റിയില്ല, പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കർത്താവ് നൽകി. അമ്മ ഇപ്പോൾ 2ാമതും കാര്യമായിരിക്കുന്നു എന്ന് പറയുന്നു. 6 മാസമായി. 6 മാസമായിട്ട്. അമ്മ ഈ കർത്താവാണോ അത് ചെയ്തതെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. അന്ന് ദൂത് കേട്ടു, ആ മാസം തന്നെ കാര്യമായെന്നാണോ പറയുന്നത്? ആ മാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആയി. ഈ അത്ഭുതങ്ങൾ കർത്താവ് സിസ്റ്റിന് വേണ്ടി ചെയ്തത് കൊണ്ട് കർത്താവിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? കർത്താവിനെ കുറിച്ച് എനിക്ക് കുറേ എന്താ പറയാ, അത്രയ്ക്ക് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യത്തെ സന്തോഷമാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നത്. അമ്മ, കുഞ്ഞുങ്ങളില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഈ ഹോളിനകത്തുണ്ട്. ഞങ്ങൾ വിവിധ മീഡിയയിലൂടെ കാണുന്നു. ഈ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം വളരെ മനോഹരമാണ്. 4 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട്. എന്നാൽ 2022 ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിൽ വരുന്നു. അന്ന് ജോൺ ബോർ സിസ്റ്ററോട് ദൂത് പറയുന്നു. ആ മാസം തന്നെ ക്യാരിയായി. അമ്മ, അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞ് കയ്യിലുണ്ട്, ഒരു കുഞ്ഞ് ഉദരത്തിലുമുണ്ട്. ഈ കർത്താവ് വലിയവനാണെന്ന് പറഞ്ഞുകൂടെ നമുക്ക്? അമ്മ, ഈ കാലയളവിലൊക്കെ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇപ്പം വന്നിട്ടാണ് ഞങ്ങളെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടായത്. ഞങ്ങൾ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, കുട്ടികളില്ലാത്ത കൊണ്ട് കുറേ ആൾക്കാർ ഓരോന്ന് പറയലും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ വന്ന് ബദർ അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് അനുഗ്രഹം തന്നു എനിക്ക്. വലിയ സന്തോഷമായോ വീടിനകത്ത്? നല്ല സന്തോഷമായി. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, അല്ലെങ്കിൽ ഒരു അത്ഭുതം പ്രാപിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന ദൈവിക അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഏട്ടനൊക്കെ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹമാണ്. പ്രശ്നങ്ങളെല്ലാം മാറി സ്നേഹമുണ്ടായി. നമ്മെ ഒന്ന് കൈകളെ അടിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം നിങ്ങളെ കൈയൊഴിഞ്ഞ് കാണും. ഒരുപക്ഷെ മാനുഷികമായി ഒരു വഴികളും ഇനി കാണാനില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ജ്യോതിസ് പറയുന്ന സാക്ഷ്യം നമ്മളെല്ലാവരെയും ആശ്ചര്യപ്പെടുന്നതാണ്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ 2022 ആദ്യമായി മീറ്റിങ്ങിൽ കടന്നു വരികയും ജോൺ ബോർ ഈ സഹോദരിയോട് ദൂത് പറയുകയും ആ മാസം തന്നെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുഞ്ഞല്ല, 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തിരിക്കുന്നു. എത്ര പേർക്ക് ശബ്ദമുയർത്തി ഒന്ന് പറയാൻ പറ്റും, യേശു ജീവിക്കുന്നുവെന്ന്? വായികളെ തുറന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു ജീവിക്കുന്നു. ഉറക്കെ പറ, യേശു ജീവിക്കുന്നു.